മലപ്പുറത്ത് സ്വകാര്യ ബസിന് മുന്നിലേക്ക് മരം വീണ് ഡ്രൈവർക്ക് സാരമായ പരിക്കുപറ്റി. മരം മാറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കാടാമ്പുഴ പടിഞ്ഞാറേ നിരപ്പിലും വീടിന് മുകളിലേക്ക് മരം വീണ് അപകടമുണ്ടായി. വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുന്നുണ്ട്. സോണൽ, ഈ മഴയും അതിനൊപ്പം വരുന്ന കാറ്റും അത് വലിയ രീതിയിൽ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, അപകടങ്ങൾ സംഭവിക്കുന്നുവെന്ന് മനസ്സിലാകുന്നു. മലപ്പുറത്ത് സ്വകാര്യ ബസിന് മുന്നിലേക്ക് മരം വീണ് ഡ്രൈവർക്ക് സാരമായ പരിക്ക് പറ്റിയെന്നുള്ള വിവരമുണ്ടല്ലോ. മരം മാറ്റാനുള്ള ശ്രമങ്ങൾ എവിടെ വരെയായി? ഒപ്പം തന്നെ ഡ്രൈവറുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയുണ്ട്? ഒപ്പം തന്നെ വീടിന് മുകളിലേക്ക് മരം വീണ് അപകടമുണ്ടായതായും അറിയാൻ സാധിക്കുന്നുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് സോണൽ? ലക്ഷ്മി, ഇന്ന് പുലർച്ചെ മുതൽ തന്നെ മലപ്പുറം ജില്ലയിൽ വ്യാപകമായി മഴയുണ്ട്, കാറ്റുണ്ട്. അതുകൊണ്ട് തന്നെ പല സ്ഥലത്ത് ഇത്തരത്തിൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ മലപ്പുറം എടവണ്ണപ്പാറയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ്സിന് മുൻപിലേക്ക് ഒരു മരം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിന്റെ ചില്ലകൾ ബസ് ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്തേക്ക് വന്നിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ചെന്നിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഡ്രൈവർക്ക് ചെറിയ പരിക്കേറ്റിട്ടുണ്ട്. പക്ഷെ നാട്ടുകാരും പരിസര പ്രദേശത്തുണ്ടായിരുന്നവരും കൃത്യമായി ഇടപെട്ടുകൊണ്ട് ആ ഡ്രൈവറെ ഉടൻ തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും വേണ്ട ചികിത്സ ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഡ്രൈവറുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, കാടാമ്പുഴ പടിഞ്ഞാറേ നിരപ്പിൽ ഹനീഫയുടെ വീടിന് മുകളിലേക്ക് ശക്തമായ കാറ്റിലും മഴയിലും മരം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ സംഭവത്തിൽ വീട്ടു ഉപകരണങ്ങൾക്ക് മാത്രമേ കേടുപാട് സംഭവിച്ചിട്ടുള്ളൂ. വീട്ടിൽ അകത്തുണ്ടായിരുന്നവരെല്ലാം തന്നെ പുറത്തേക്ക് ഓടി മാറുന്ന സ്ഥിതി ഉണ്ടായി. അതുകൊണ്ട് വലിയ പരിക്കുകളൊന്നും ആർക്കും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മഴ ഇപ്പോഴും ശക്തിയോടെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇടയ്ക്കൊക്കെ വലിയ ശക്തിയിൽ കാറ്റടിക്കുന്ന സാഹചര്യം മലപ്പുറം ജില്ലയിലുണ്ട്. തീരദേശ മേഖലയിലൊക്കെ വലിയ രീതിയിൽ അടിക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ജനങ്ങളെല്ലാം വലിയ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു നിർദ്ദേശമുള്ളത്. ലക്ഷ്മി.